അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ചതും നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് അങ്ങ് കടന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ദിവസമാണ്. അപ്പോൾ രാവിലത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വേഗം പണികളൊക്കെ ഒരുക്കി വെച്ചിട്ട് അങ്ങനെയുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. ഈ പറഞ്ഞ പോലെ ഞാൻ വേഗം രാവിലത്തെ കാര്യങ്ങൾ ചെയ്യാണ്. അയൻകുട്ടിക്ക് സ്കൂളുണ്ട്, അപ്പോൾ അവനക്കുള്ള ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇഡലി ഉണ്ടായിക്കഴിഞ്ഞാൽ അവനക്ക് സ്കൂളിലേക്ക് ആക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ചായ വന്നപ്പോൾ വേഗം ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു. ഇന്ന് ഭയങ്കര വലിയ വ്ളോഗൊന്നുമല്ല, കാരണം നമ്മൾ രാവിലെ മുതൽ ഉച്ച വരെ എടുത്താലേ ഉള്ളൂ ഒരു 10-20 മിനിറ്റിൻ്റെ വ്ളോഗ് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മളിതാ വേഗം ചായ ഉണ്ടാക്കുന്നത്. ചേച്ചി 22 ഡേ അല്ലേ ഇപ്പോൾ ഇവിടെ ഇടുക്കി ലാസ്റ്റ് സാറ്റർഡേ മുതൽ HB ഗ്യാസ് കിട്ടി തുടങ്ങിയെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ എന്താ പറയുക, ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. മൺചട്ടിയുടെ അടപ്പ് സെപ്പറേറ്റ് വാങ്ങിയതാണോ? നല്ല രസമുണ്ട് കാണാൻ. അല്ലല്ലോ, അത് വേറൊരു ഇതിൻ്റെയാണ്, അതായത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാനിൻ്റെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ആ പാത്രം കേടുവന്നപ്പോൾ ഞാൻ അതിൻ്റെ അടപ്പും മാറ്റി വെച്ചതാണ്. എനിക്കും അതിൻ്റെ അടപ്പ് ഭയങ്കര ഇഷ്ടം. പാത്രം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ ഒരുപാട് വർഷം യൂസ് ചെയ്തു ആ പാത്രം. അവസാനം അത് കേടുവന്നപ്പോൾ പിന്നെ ഒഴിവാക്കണമല്ലോ. ഒരു റോസ് കളറ് നല്ല വെയിറ്റുള്ള ഒരു പാത്രമായിരുന്നു കേട്ടോ അത്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ പാത്രങ്ങളുണ്ട് മാറ്റാനുള്ളത്. അപ്പോൾ ഞാൻ എല്ലാം കൂടെ എടുത്തിട്ട് ബാവ മെറ്റൽസിലോട്ട് പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പഴയ കുക്കറും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം പോയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തിട്ട് വരാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി എടുത്തിട്ട് വരികയാണെങ്കിൽ തന്നെ സ്റ്റീൽ കുക്കറാണ് എടുക്കാനുള്ള ഒരു പ്ലാൻ ഉള്ളത്. കാരണം അതാവുമ്പോൾ ഈസി കുക്കിൽ വെക്കാൻ പറ്റും. ഈ പറഞ്ഞ പോലെ ഡെയിലി അതിൽ ചോറ് വെക്കുകയാണെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷനില്ല. ഒരു 10-50 ദിവസമൊക്കെ നമ്മുടെ ഗ്യാസ് എത്തിക്കിട്ടും കേട്ടോ. അങ്ങനെയാണെങ്കിൽ ചായ ചോറ് ഇത് രണ്ടും അതിൽ വെക്കുകയാണെങ്കിൽ പേടിക്കാനില്ല കേട്ടോ. അപ്പോൾ ഞാൻ പാല് തിളപ്പിച്ചിട്ട് വേഗം പോയിട്ട് അടിച്ചു വാരലൊക്കെ നടത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് എന്താ പറയുക, ചവിട്ടിയൊക്കെ ഒന്ന് വിരിച്ചിടണം. ഫ്രണ്ട് അടിച്ചു വാരിയിട്ട് കുറേ ദിവസമായി, നല്ല മഴയും അല്ലേ, അതുകൊണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് അടിച്ചു വാരിയിട്ട് ഇനി ഒരു ദിവസം ഇറങ്ങണം. പിന്നെ എന്താ പറഞ്ഞാൽ അവിടെ ഫുള്ള് പുല്ലൊക്കെ വന്നപ്പോൾ എനിക്ക് അടിച്ചു വാരാനൊരു മൂഡില്ല സത്യം പറഞ്ഞാൽ. ഇനി അവിടെ ക്ലീൻ ചെയ്യാണ്ട് അങ്ങോട്ട് പോകാൻ തന്നെ ഒരു തോന്നൽ വരില്ല. അതാണൊരു മെയിൻ പ്രശ്നം. ബാക്കിൽ പിന്നെ എന്നും അടിച്ചു വാരിക്കൊണ്ടിരിക്കും. അങ്ങനെ ഞാൻ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ, അതൊക്കെ നോക്കാം. പിന്നെ വീഡിയോ സൂപ്പർ ആയിട്ടുണ്ട്. ഇടിയപ്പം വെച്ച് ഞാനും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട്. ചിക്കൻ കറി റെസിപ്പി അടിപൊളി, ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ മുത്തേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ നല്ല ഗ്ലോ വെച്ചു എന്ന് പറയുന്നുണ്ട്. അതെനിക്കറിയില്ല കേട്ടോ ഗ്ലോ വെച്ചോ എന്നുള്ളത്. എനിവേ താങ്ക് യു സോ മച്ച്. പിന്നെ ഫസ്റ്റ് ഹൈജീനി, ഹാവ് എ നൈസ് ഡേ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടിയപ്പം കൊണ്ട് ഇങ്ങനെ. ഓക്കെ, പിന്നെ ഉപ്മാവും ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് ട്രഡീഷണൽ ആയിട്ട്. അപ്പോൾ അതൊന്നും ഒരു ദിവസം നോക്കണം. പിന്നെ വലൈക്കും അസ്സലാം, ചിക്കൻ കറി സൂപ്പർ എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു വീട്ടമ്മ തന്നെ എന്ന് പറയുന്നുണ്ട്. എല്ലാം ആവാനാണ് എനിക്കിഷ്ടം. എനിക്ക് എൻ്റേതായ ഇൻഡിവിജ്വാലിറ്റി വേണം, എൻ്റേതായ വ്യക്തിത്വം വേണം, അതുപോലെ എൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ വേണം. ഇങ്ങനെയൊക്കെ ഒരു ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ. അതുപോലെ ആഗ്രഹങ്ങൾ വന്നതാണ് കേട്ടോ. പണ്ട് മുതലേ അങ്ങനെയല്ല, ഓരോ ഏജ് ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് ഓരോ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയല്ലേ, അതിൽ വന്നതാണ് കേട്ടോ ആക്ച്വലി ഇതൊക്കെ. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്കായിട്ടുള്ള ഒരു തീരുമാനം, ഒരു സാധനം പോലും സെലക്ട് ചെയ്യാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ മാറ്റങ്ങൾ എനിക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങി. നമുക്ക് ഏജ് കൂടുമ്പോൾ ഓരോ കാര്യങ്ങളിൽ നമുക്ക് മാറ്റങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാൻ നല്ലൊരു ഹൗസ് വൈഫായിട്ട് ഇരിക്കാനും ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനൊരു ടൊമാറ്റോ ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, നമ്മുടെ ഇഡലിക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ വേഗം അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളിയൊക്കെ നന്നാക്കിയിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില പോയി കുറച്ചധികം തന്നെ വലിച്ചിട്ട് വന്നു. കാരണം മഴ കാരണം എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്ത് പോകാൻ ഭയങ്കര മടിയായി. അപ്പോൾ ഞാൻ കുറച്ചധികം വലിച്ചിട്ട് വന്നു. ആവശ്യമുള്ളത് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ കവറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു. കേട് വരില്ല കേട്ടോ. പ്ലാസ്റ്റിക് കവറിൽ ഇങ്ങനെ ഇട്ടിട്ട് വെച്ചാൽ മതി. ചില ആൾക്കാർ ലീഫ്
മാത്രം എടുത്തിട്ട് വെക്കും. ഞാൻ പക്ഷേ ഇങ്ങനെ വെക്കുകയാണ്, കാരണം ഇവിടെ സുലഭമായി കിട്ടുന്നൊരു സാധനമായതുകൊണ്ട് എനിക്കത് അത്ര വിലയില്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഞാൻ പല രാജ്യങ്ങളിലും ആൾക്കാർ ഫ്രീസറിലൊക്കെ കറിവേപ്പില സൂക്ഷിക്കണ കണ്ടിട്ടുണ്ട്. അവർക്കത് അത്രയും വാല്യൂ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ സൂക്ഷിച്ചെടുത്ത് വെക്കുന്നത്. പക്ഷേ നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾക്ക് വില ഉണ്ടാവില്ലല്ലോ. അത് പറഞ്ഞപ്പോഴാണ് നമ്മളും ഒരാൾക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടിരുന്നാൽ നമുക്കും കാര്യമായിട്ട് വിലയൊന്നും ഉണ്ടാവില്ല കേട്ടോ ലൈഫിൽ. അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ജിനി നല്ലോണം മെലിഞ്ഞതായി തോന്നുന്നു, ക്യൂട്ടായിട്ടുണ്ട്. റിഹാനെ കണ്ടില്ല. മാവ് അരയ്ക്കാൻ ടൈം ഇല്ലാത്തപ്പോൾ പുട്ടുപൊടിയുടെ ഇഡലി ഉണ്ടാക്കാം. ഉമ്മ സുഖമല്ലേ? അസുഖം ഇല്ലല്ലോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതേ, മാവ് അരയ്ക്കാൻ സമയമില്ലെങ്കിൽ ശരിക്കും പുട്ടുപൊടി കൊണ്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടൈം ലാഭം തോന്നാറുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ട് ഫ്രിഡ്ജിൽ നമ്മൾ കറിവേപ്പില കൊണ്ടുവച്ചു. പിന്നെ ഇഡലിയുടെ മാവ് പുറത്ത് വെച്ചു. ഇന്നലത്തെ പരിപ്പിച്ചാറാണ് കേട്ടോ, അതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി പരിപ്പിച്ചാറൊന്ന് ചൂടാക്കണം, ഇഡലി ഉണ്ടാക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും അവന് സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മെലിഞ്ഞതായി തോന്നുന്നു എന്ന് പറയുന്നുണ്ട്. ഓൾമോസ്റ്റ് ഞാൻ 75 69 68 ഈ ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തലേ ദിവസം തന്നെ ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നു കേട്ടോ. ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ ഓവർ പുളിക്കില്ല. ഇപ്പോൾ തണുപ്പുള്ള സമയമല്ലേ, അതുകൊണ്ട് നമ്മൾ മാവിൽ ഉപ്പിട്ട് വെച്ചാലേ പൊങ്ങുള്ളൂ, ഇല്ലെങ്കിൽ പൊങ്ങൽ കമ്മിയായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ തണുപ്പുള്ള സമയങ്ങളിൽ ഉപ്പിട്ട് വയ്ക്കുന്നത്. അല്ലാത്ത സമയത്ത് ഞാൻ ഉപ്പിടാറില്ല, പിറ്റേ ദിവസമാണ് ഉപ്പിട്ട് കൊടുക്കാറ്. പിന്നെ അങ്ങനെ നമ്മൾ പരിപ്പിച്ചാറ് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഉള്ളി തക്കാളിയൊക്കെ നന്നായി വഴണ്ട് വന്നതിലോട്ട് ഞാൻ മുളക് പൊടി ചേർത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. വറ്റൽ മുളക് ഉണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കുക. നമ്മുടെ സ്ഥിരം തക്കാളി ചമ്മന്തി തന്നെയാണ്. മല്ലിയിലൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജല്ല, മിക്സിയുടെ ജാറിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. എൻ്റെ ഇങ്ങനെ ചൂടോടുകൂടി ഒരിക്കലും ചെയ്യരുത് കേട്ടോ. ഞാൻ ചെയ്യണ കണ്ടിട്ട് ഞാൻ എൻ്റെ മാക്സിമം ശക്തി ഉപയോഗിച്ചിട്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മേലെ തെറിക്കും, നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ വേഗം ചമ്മന്തിയൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇവിടെ 10 മിനിറ്റാണ് ഇഡലിക്ക് ഇതാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവൻ്റെ ലഞ്ചൊന്ന് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ 1 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഇഡലി റെഡി. ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നല്ല സോഫ്റ്റുള്ള ഇഡലി തന്നെയാണ് കേട്ടോ. ഇങ്ങനെ ആട്ടി വയ്ക്കുമ്പം എനിക്ക് എന്താ തോന്നുന്നത് പറഞ്ഞാൽ ഒരു 5 ദിവസത്തിനൊക്കെ നമുക്ക് ഈ മാവ് ഉണ്ടാവും. പിന്നെ കുട്ടികൾക്ക് വലിയ താല്പര്യമില്ല കേട്ടോ ഇഡലിക്ക്. ഉമ്മാക്കും ഉപ്പാക്കും ഇഷ്ടമാണ്. ഡെയിലി ഇഡലിയും ചമ്മന്തി ചട്നി ഇങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് പ്രശ്നമൊന്നുമില്ല. കുട്ടികൾക്കാണ് പ്രശ്നം. എനിക്കും ഇഡലി ഇഷ്ടമാണ് കേട്ടോ. പണ്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല, ഇപ്പം ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ ലഞ്ച് ബോക്സിലേക്ക് ഒരു 3 എണ്ണാക്കി ഇച്ചിരി പൊടിയിട്ട് അതിൻ്റെ മേലെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അവൻ്റെ ലഞ്ച് ഞാൻ പാക്ക് ചെയ്തു. പക്ഷെ അവനുണ്ടല്ലോ ചമ്മന്തി ആക്കി കൊടുത്തത് കഴിച്ചിട്ടില്ല, മറന്നു ഉത്തര എടുക്കാൻ. ഏതോ കുട്ടിയുടെ കടലക്കറി കൂട്ടിയിട്ട് അത്ര ഇഡലി കഴിച്ചത്, അതും ഫുള്ളൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, കുറവാണ് കഴിച്ചത്. അങ്ങനെ വേഗം ഞാൻ അവൻ്റെ ലഞ്ചൊക്കെ ഒന്ന് കെട്ടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ എല്ലാവർക്കും കഴിക്കാനും കൊടുത്ത് എല്ലാം റെഡിയാക്കി വാഷിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടെ പോയി ഉണങ്ങാനിടണം. ബാക്കിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് വരണം, കാറ്റ് കാരണം ഒരുപാട് ഇലകളുണ്ട്. അപ്പോൾ അവനക്ക് ഇഡലി വെച്ച് പരിപ്പിച്ചാറൊക്കെ വെച്ച് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കിയതാട്ടോ ഞാൻ. പിന്നെ നമ്മുടെ FBയിൽ വലിയ കമൻസ് ഒന്നുമില്ല. സൂപ്പർ വീഡിയോ ഇത്ത, ലഞ്ച് ബോക്സ് റെസിപ്പി സൂപ്പർ, മഴ എങ്ങനെയുണ്ട് ഇത്ത അവിടെ ചോദിക്കുന്നുണ്ട്. മഴ കുഴപ്പമൊന്നുമില്ല, ഇന്ന് നന്നായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മഴ. അപ്പോൾ ജിമ്മിനൊക്കെ പോകാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ അവർ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വേഗം വന്ന് പാത്രങ്ങളൊക്കെ കഴുകിയെടുത്തു. ഇനി മാവ് കാര്യങ്ങളൊക്കെ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുവെക്കുകയും ചെയ്യണം. അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്നലത്തെ നമ്മുടെ വ്ളോഗിനൊരു കമൻറ്റ് വന്നിരുന്നു. അത് ഞാൻ പിന്നെ വ്ളോഗ് എല്ലാം സെറ്റ് ചെയ്ത ശേഷമാണ് കേട്ടോ കണ്ടത്. അപ്പോൾ അതും കൂടെ ഒന്ന് വായിച്ച് റിപ്ലൈ തരാം. കുറേ പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ, മൺചട്ടിയും കാര്യങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അയാൻകുട്ടി പോവുകയാണെന്ന് പറഞ്ഞിട്ട് യാത്രയൊക്കെ പറഞ്ഞിട്ട് അവൻ പോവുകയും ചെയ്തു കേട്ടോ. മഴയത്ത് പിള്ളേർ സ്കൂളിൽ പോകുമ്പോൾ ഒരു ടെൻഷനാണ് കേട്ടോ. പക്ഷെ നമ്മൾ പണ്ട് പോയിരുന്ന സമയത്തൊന്നും നമുക്ക് ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല, ഉമ്മമാർക്ക് ഉണ്ടാവുമായിരിക്കും അല്ലേ. നമ്മളിപ്പോൾ ആ ഒരു സ്റ്റേജിലെത്തിയപ്പോഴാണ് അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ടെൻഷൻ അറിയുന്നത്, അല്ലെങ്കിൽ അറിയേയില്ല. പിന്നെ ജിമ്മിൽ പോകുന്നത് പോവണ്ട എന്നല്ല, ബട്ട് ജിം ട്രെയിനേഴ്സ്
വരെ എങ്ങായിരിക്കുമ്പോൾ അറ്റാക്ക് വന്ന് മരിക്കുന്നില്ലേ എന്ന് പഠിച്ചോനെ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് ടെൻഷനാവും കേട്ടോ. പക്ഷേ ഞാൻ ഇത് എൻ്റെ കോച്ചിനോട് ചോദിച്ചപ്പോൾ കോച്ച് ഒരു ചിരിച്ചിട്ട് പോയി. ആരാണെങ്കിലും അറ്റാക്ക് വന്ന് മരിക്കും, അറ്റാക്ക് വന്ന് ആരാണെങ്കിലും മരിക്കേണ്ട ആളാണ് മരിക്കില്ല. പക്ഷേ ജിമ്മിൽ പോകുമ്പോൾ നമുക്ക് എന്താണോ സേഫ്റ്റി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആ കാര്യങ്ങൾ ചെയ്താൽ മതി. വെറുതെ എന്തിനാണ് ഓവറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്നത്? അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴല്ലേ പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ചെയ്യാണ്ടിരുന്നാൽ പോരെ. അങ്ങനെ ഉണങ്ങിയ തുണികളൊക്കെ എടുത്തിട്ട് വന്ന് കാപ്പി ഉണ്ടാക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു ഇപ്പോഴത്തെ കുട്ടികൾ വീട്ടിൽ ജോലി ചെയ്യുന്നത് ഒരു പ്രോബ്ലം ആയിട്ടാണ് കാണുന്നത് എന്ന്. അതെന്താ അങ്ങനെ? ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എന്ത് കാര്യങ്ങളും ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അല്ലാണ്ട് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കഷ്ടപ്പെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈവൻ നിങ്ങൾക്ക് ജോബിന് പോകണമെങ്കിൽ ജോബിന് പോവുക, വീട്ടുപണി ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യുക, കുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ കുക്കിംഗ് എന്ന് പറയുന്നത്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും. കാരണം അവർക്ക് ജീവിച്ചു പോകണമെങ്കിൽ, അവർക്ക് നാളെ എന്തെങ്കിലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് ജീവിച്ചു പോകണമെങ്കിൽ എല്ലാ കാര്യങ്ങളും അറിയണം എന്നുള്ള ഒരു ഇതിലാണ് എനിക്ക് ഉള്ളത്. ഞാനെപ്പോഴും എൻ്റെ മോനോട് പറയും, ഒരിക്കലും നീ സുഖിച്ച് ജീവിക്കാനല്ല ഞാൻ എൻ്റെ ഭാവിയിൽ കല്യാണമൊക്കെ ഉണ്ടെങ്കിൽ ഒരു പെണ്ണിനെ കെട്ടിയിട്ട് വരുന്നത്, നിൻ്റെ കൂടെ അവൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കലും അവൾ വന്നിട്ട് നീ സുഖിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടല്ല എന്നുള്ളത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് കേട്ടോ. ഇനിയുള്ള ജനറേഷന് അത് എക്സ്പെക്റ്റ് ചെയ്യരുത്. എക്സ്പെക്റ്റ് ചെയ്യാൻ പാടില്ല. ഫസ്റ്റത്തെ കാര്യം നമ്മുടെ 90s കൂടി ഈ കാര്യങ്ങളൊക്കെ കഴിയണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം ഇനിയുള്ള ജനറേഷനൊക്കെ അവരങ്ങനെ ആവട്ടെ അല്ലേ. നമ്മളല്ലേ നമ്മുടെ ഓൾഡും പുതിയ തലമുറകളും നമ്മളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നൊരു കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്. ഓരോരുത്തർക്കും ഓരോ ടൈപ്പായിരിക്കും തോന്നുന്നത്. അങ്ങനെ ഞാനും ഇങ്ങനെ തന്നെ പറയും, നൈറ്റ് മഴ പെയ്യണം, ഡേ മഴ വേണ്ട, വെയിൽ മതിയെന്ന്. നമ്മൾ പറഞ്ഞ പോലെയൊക്കെ നടക്കുമോ? ഇത് സ്വിച്ചിട്ട പോലെയൊന്നല്ലല്ലോ മഴ നിൽക്കാനും വരാനും ഒന്നും. അങ്ങനെ തുണികളൊക്കെ വിരിച്ചിട്ട് ഇന്നത്തെ വ്ളോഗിൽ ഞാൻ വോയിസ് ഓവർ കൊടുത്ത് ശരിയായോ ആണോ ഒന്നും അറിയില്ല. എന്തൊക്കെയോ കൊടുത്ത് കൂട്ടിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും ഇറങ്ങുകയാണ്. ഉമ്മയും കുറേ നാളായില്ലേ ഉപ്പാനൊക്കെ വ്ളോഗിൽ കണ്ടിട്ട്. ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്, പക്ഷെ നമ്മൾ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ECHSയിലേക്കാണ് പോണത്, എല്ലാ മന്ത്ലിയുള്ള ചെക്കപ്പിന് വേണ്ടിയിട്ട്. പിന്നെ മരുന്ന് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടും കേട്ടോ. മെയിൻ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മരുന്ന് ഒരു മാസം ഇത്ര രൂപയുടെ മരുന്ന് ഉണ്ടാവുമല്ലോ അവർക്ക്. പക്ഷേ ECHSയിൽ പോകുന്നത് കാരണം അവർക്ക് അതെല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. എയർഫോഴ്സിൽ പണ്ട് മുതൽ അവർ അതിന് വേണ്ടിയിട്ട് അവരുടെ ഇൻകത്തിൽ നിന്ന് ഒരു ഇങ്ങനെ തുക അടച്ചുകൊണ്ടിരുന്നിരുന്നു അത്ര. അതുകൊണ്ടാണ് അത്ര അങ്ങനെ ഒരു ഇത് കിട്ടുന്നത്. അതായത് എന്ത് ഹോസ്പിറ്റൽ കേസാണെങ്കിലും എല്ലാതും ഫ്രീ ആണ് ഉമ്മാക്കും ഉപ്പാക്കും. നമുക്ക് അതിൻ്റെ ഇതിലൊന്നും ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഒന്നും അസുഖങ്ങളൊന്നും വരാണ്ടിരുന്നാൽ മതി. അങ്ങനെ ഡോക്ടറിനെയൊക്കെ കണ്ട് അവിടെ ചായ കൊടുക്കുന്നുണ്ട്, പിന്നെ സ്നാക്കും ഉണ്ട്. ഞാൻ പിന്നെ മധുരമൊന്നും ഇല്ലാണ്ട് ഒരു കോഫി കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് പോണത്. ആണോ? പിന്നെ ആ ഭാഗങ്ങളിലൊക്കെ ഒരുപാട് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ സംഭവങ്ങളല്ലേ. സ്പർശിലോട്ട് പോയിട്ട് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ റെഡിയാക്കാനുണ്ടായിരുന്നു. അതൊക്കെ റെഡിയാക്കി നമ്മൾ കുറച്ച് സമയം അവിടെ ഇരിക്കേണ്ടി വന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോരുകയാണ്. ഇനിയിപ്പോൾ ലഞ്ച് കഴിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. സമയം അവിടെ തന്നെ ഉള്ളൂ ലഞ്ച് കഴിക്കാൻ. എന്തായാലും നമ്മൾ ലഞ്ച് പുറത്തുനിന്ന് കഴിക്കാമെന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം എയർഫോഴ്സിൻ്റെ പരിപാടി ECHSൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അതിഥിയിൽ തന്നെയാണ് കയറിയത്. അവിടുത്തെ മോര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഉമ്മയും ഉപ്പയും ചോറ് മതി പറഞ്ഞിട്ട് അവർ ചോറും കൂട്ടാൻ അങ്ങനെയൊക്കെ ആയിട്ട് കഴിച്ചു, മീനും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കയ്പക്ക ഉപ്പേരി ടേസ്റ്റ് നോക്കിയതാണ്. പിന്നെ ഉമ്മാക്ക് മറ്റേ അരി ഇട്ട് കൊടുത്തപ്പോൾ ഞാനത് അതല്ല പൊന്നിയാണെന്ന് പറഞ്ഞിട്ട് അവർ പൊന്നി കൊണ്ടുവന്നു. അപ്പോൾ ഇങ്ങനെ ഇലയിൽ കുറച്ചുണ്ടാവില്ല, അത് ഞാൻ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് കുറേ നാൾക്ക് ശേഷം ഒരു ഹാഫ് ബിരിയാണി കഴിച്ചു കേട്ടോ. ശരിക്കും ഒരു ചീറ്റ് ഡേ ആയിരുന്നു ഇന്ന് എനിക്ക്.
ഹാഫ് ബിരിയാണി ഞാൻ കഴിച്ചു. പക്ഷെ അത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വയറ് ഫുള്ളായ പോലെയുണ്ട്. ഇതിൻ്റെയൊക്കെ പകരവും പലിശയൊക്കെ ഞാൻ ജിമ്മിൽ പോയിട്ട് നന്നായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നല്ല ക്ഷീണമൊക്കെ ഉണ്ട് അല്ലേ, ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നു. പിന്നെ റിഹാനും ബിരിയാണിയാണ് കഴിച്ചത്. അയാൻക്കൊരു ബിരിയാണി നമ്മൾ വാങ്ങിച്ചു. പിന്നെ പരിപ്പ് പായസമായിരുന്നു കേട്ടോ, അതും ചെറിയൊരു ഗ്ലാസ് കുടിച്ചു. മധുരമൊക്കെ കഴിച്ചപ്പോൾ ഉണ്ടല്ലോ സ്വർഗം കിട്ടിയ ഫീല്. പക്ഷേ ഇനിയും കണ്ടിന്യൂ ചെയ്യണം, ബ്രേക്ക് ആക്കുന്നില്ല. ജസ്റ്റ് ഒരു ചീറ്റ് ഡേ എടുത്തു. കാരണം 65 ദിവസമൊക്കെ ആയി തോന്നുന്നു ഞാൻ ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് കേട്ടോ. അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി നേരെ വീട്ടിലോട്ട് പോവുകയാണ് കേട്ടോ. പോണ വഴിയിൽ നമുക്ക് അരി കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അവിടുന്ന് ഞങ്ങളുടെ റിഹാനാണ് വണ്ടി ഓട്ടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്ക് എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും ബൈ. വേഗം കഴിയും തോന്നണു കേട്ടോ. അപ്പോൾ വേഗം കഴിഞ്ഞാൽ